ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് നല്ല മഴ വരുന്ന ലക്ഷണമാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ. മുറ്റത്തോട്ട് ഇറങ്ങാൻ കൂടെ വയ്യായിരുന്നു. 2 ദിവസം കറണ്ടില്ലായിരുന്നു, മോട്ടറിലെ വെള്ളം തീർന്നു, നെറ്റ് കിട്ടുന്നില്ല. അപ്പം ഇന്നലെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നെറ്റ് കിട്ടുന്നില്ല, കറണ്ടില്ല, എൻ്റെ സിസ്റ്റത്തിൽ ബാറ്ററി ചാർജ് തീർന്നു പോയി. ആകെ മഴയായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇടയ്ക്ക് ഇന്നലെ വൈകിട്ട് വന്ന് നോക്കിയപ്പോൾ എൻ്റെ എല്ലാ ചെടികളിലും പോട്ടിലൊക്കെ നിറയെ വെള്ളമായിരുന്നു. അതിൽ കുറച്ച് ബോഗൺവില്ലാസ് ഞാനെടുത്ത് നമ്മുടെ അടീനി ഇരുന്ന ഷെയ്ഡിലോട്ട് വെച്ചു. അടീനിയത്തിനൊക്കെ എടുത്ത് മുകളിൽ വെച്ചു. എൻ്റെ ഒരു അടീനിയം പ്ലാന്റ് ചീഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് ബോഗൺവില്ലാസും കൂടെ പ്ലാന്റുകൾ എടുത്ത് ഷെയ്ഡിലോട്ട് വെക്കാനുണ്ട്. വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മഴ വന്നു തുടങ്ങിയിട്ടാ. മഴ പെയ്യാൻ തുടങ്ങി കണ്ടോ. നമുക്ക് മുറ്റത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അപ്പോഴത്തേക്കും മഴ വരും. ഇവിടെ കുറച്ച് ബോഗൺവില്ലാസ് വെച്ചു. ഇനി 2-3 കൂടിയുണ്ട്. നമ്മുടെ ഒരു അഡീനിയം പ്ലാന്റ് ചീഞ്ഞു പോയിട്ടോ. നന്നായിട്ട് പിടിച്ച് 3-4 ശിഖരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിൻ്റെ കോഡക്സ് കംപ്ലീറ്റ് ചീഞ്ഞ് പോയി. നന്നായിട്ട് പിടിച്ചിരുന്ന 2 ദിവസത്തെ മഴയ്ക്ക് പറ്റിയതാണ്. ബാക്കിയെല്ലാം കുഴപ്പമില്ല. ഞാൻ എല്ലാത്തിനും മുകളിൽ ഷീറ്റിൻ്റെ താഴെ കൊണ്ടുവച്ചു കേട്ടോ. ബോഗൺവില്ലാസ് 2-3 കൂടെ എടുത്തു വെക്കാണ്ടപ്പോഴത്തേക്കും മഴയായിട്ടോ. ഇതൊരു പീച്ച് കളറിലെ പൂവാണ് കേട്ടോ. ഇതിന് വേറെ എന്തെങ്കിലും ഇനി വല്ല ഒരു ജനറ്റിക് പ്രോബ്ലം ആണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ഒരു തണ്ട് വന്ന് ഇങ്ങനെ നിൽക്കുക. പൂവ് നല്ല പീച്ച് കളറാണ്. ഞാനപ്പോൾ ഇടയ്ക്ക് പ്രൂൺ ചെയ്തായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇതിനെ ഇവിടെ നിന്ന് മാറ്റണം കേട്ടോ. നല്ല ഭംഗി ഇതിൻ്റെ ഇല കാണാൻ. പക്ഷെ ഒരു കമ്പ് എന്താ ഇങ്ങനെ വെള്ളം മാത്രം, വല്ല ജനറ്റിക് ഇഷ്യൂ ആണോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ടൈലിട്ട വഴിയിൽ ഇവിടെ ഒരു നല്ല മാവുണ്ട്, നാട്ടുമാവാണ്. പക്ഷെ ഇപ്പോഴത്തെ കാറ്റും മഴയത്തും ഇതാണ് അവസ്ഥ. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും അടിക്കാൻ പറ്റത്തില്ല. എപ്പോഴും മഴയും കാറ്റും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങി അടിക്കാനുള്ള ടൈം കിട്ടത്തില്ല. ചൂലെടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ എന്താ പറയുക, അടുത്ത കാറ്റും മഴയും വരും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഓഫീസിലെ വർക്ക് ടൈമാണ്. ഇടയ്ക്ക് എനിക്ക് അത്യാവശ്യം വർക്കെല്ലാം ചെയ്തൊരു ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ചൂലും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. നമ്മൾ വീട്ടിലോട്ട് വരുന്ന വഴി ഇത്രയും മോശമായി കിടന്നാൽ ശരിയാകത്തില്ലോ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തീരുമെന്ന് അറിയത്തില്ല. 5 മിനിറ്റ്സ് ബ്രേക്ക് എന്ന് വിചാരിച്ച് ഓടിപ്പോകുന്നതാട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ വർക്കുകളും ഞാൻ ചെയ്യുന്നത് ഓഫീസ് വർക്കിനിടയിൽ തന്നെ കേട്ടോ. ഓഫീസ് വർക്ക് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മോർണിംഗ് 6:30 ആണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ തൽക്കാലം ഈ സൈഡിലോട്ട് അടിച്ചിടാമെന്നാണ് വിചാരിച്ചിരിക്കണേ. പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് ഈ സൈഡിലത്തെ എല്ലാം കൂട്ടിയെടുത്ത് വാരിക്കളയണം. ഈ ഇലകളുണ്ടല്ലോ ടൈലിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കും, പോവത്തില്ല. അതതിലും വലിയ കഷ്ടം. മഴ പെയ്ത് വെള്ളം വീണ് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും, പോവത്തില്ല. തൽക്കാലം ഇവിടെ ഇങ്ങനെ തന്നെ ഇടാം, വഴി മാത്രം വൃത്തിയാക്കാം. എന്നിട്ട് ടൈം കിട്ടുമ്പോൾ കരിയിലൊക്കെ സൈഡിലൊക്കെ ഉള്ളത് കളയണം. അപ്പോൾ തൽക്കാലം വേഗം ഒരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് കരിയിലൊക്കെ ഒതുക്കിയിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് പോവില്ല കേട്ടോ. ഈ ഇളം തളിര ഇലകളുണ്ടല്ലോ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും. ഇപ്പോൾ ഓഫീസ് വർക്കിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് ഒത്തിരി നേരം നിന്ന് എല്ലാം പറക്കി കളയാനും എന്നെക്കൊണ്ട് പറ്റത്തില്ല. തൽക്കാലം വഴി മാത്രം ഒന്ന് ക്ലീനാക്കി. അപ്പോൾ നമ്മുടെ ഇവിടെ നിർത്തിയേക്കണ ചെടി കണ്ടോ, കാറ്റത്ത് ഇങ്ങനെ വല്ലാണ്ട് വന്നു. അതിനൊരു കമ്പ് കുത്തി ഒന്ന് കെട്ടി നിർത്തണം.
അതുകൂടെ കഴിഞ്ഞ് എനിക്ക് വേഗം പോകണം. എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ഓടിപ്പോയി നോക്കണം. അപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഒരു കുഞ്ഞ് കമ്പിൽ കെട്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇനി സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ശരിയാക്കണം. ഇതൊക്കെ ഒരേ ലെവലിൽ പൊങ്ങി വരുമെന്ന് പ്രതീക്ഷ നട്ടാട്ടോ. പക്ഷെ ഇങ്ങനെ നിൽക്കുക. ഇനി എല്ലാത്തിനെയും ഒരേ ലെവലിൽ കാണും കട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ഓഫീസ് വർക്കിലോട്ട് കിടക്കട്ടെ. നമ്മുടെ അഡീനിയം പ്ലാന്റ്സിനെയൊക്കെ ഷെൽട്ടറിലോട്ടാക്കിയിട്ടുണ്ട്. നമ്മളിത് വീടിൻ്റെ ടെറസിലാണ്. അപ്പോൾ കുറച്ച് വെളിച്ചം കിട്ടുന്നിടം ഇത് കണ്ടോ, ഇവിടെ കുറച്ച് ഇങ്ങനത്തെ ഷീറ്റായിട്ടിരിക്കണം. ഇവിടെ ഇത്തിരി വെളിച്ചം കിട്ടും. നമ്മുടെ താഴെ ഒരു പർഗോളയുണ്ട്. ഇവിടെ ഗ്ലാസ്സാണ് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് മുകളിൽ ഷീറ്റായിട്ടിരിക്കണേ. അപ്പോൾ അവിടെ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ അഡീനിയം പ്ലാന്റ്സിനെയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചെറിയ ഇത് നമ്മൾ ചീരയാണ് പാകിയത് കിളിർത്തിരുന്നത്. അതിനിടയ്ക്ക് ഏതോ പൂച്ച എന്തോ കയറി അതിൽ കൂടെയൊക്കെ നടന്നിട്ടുണ്ട്. അതാകെ മോശമായിട്ടിരിക്കുകയാണ്. നേരെ പിടിച്ചു വരുമോ എന്നറിയില്ല. അഡീനിയം പ്ലാന്റ്സ് കുഴപ്പമുണ്ടാവില്ല. മണ്ണൊക്കെ ഇത്തിരിച്ച് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല നനഞ്ഞ് എൻ്റെ ഒരു പ്ലാന്റ് ചീഞ്ഞു പോയിരുന്നു. അതായത് 1 2 3 4 5 ശിഖരമുള്ള ഒരെണ്ണം ചീഞ്ഞു പോയി. അതിൻ്റെ കോഡക്സൊക്കെ കംപ്ലീറ്റ് ചീഞ്ഞു പോയി. ആ ശിഖരങ്ങൾ ഞാൻ ഇങ്ങനെ വേറൊരു ചട്ടിയിലോട്ട് പറിച്ച് നട്ടതാണ്. അപ്പോൾ അത് പിടിക്കുമെന്നൊന്നും അറിയത്തില്ല. ഏത് കളറിലെ ഫ്ലവറാണെന്നും അറിയത്തില്ല. എന്തായാലും അങ്ങനെ നട്ടു. ഇതിലൊക്കെ പുതിയ തളിർപ്പ് വരുന്നുണ്ട്. ദൈവമേ പിടിച്ചാൽ മതിയായിരുന്നു. ഞാറ്റ് നോറ്റ് കാത്തിരുന്ന് വാങ്ങി പിടിപ്പിച്ചെടുത്ത അഡീനിയം പ്ലാന്റ്സ് ആണ്. ഇതുണ്ടോ ഒരു തരം പുഴു. കണ്ടോ പുഴു ഇരിക്കുന്നേ, ഭയങ്കര. എൻ്റെ ദൈവമേ, ഇനി പുഴു ഇതെല്ലാം തിന്ന് തീർക്കുമോയെന്ന് അറിയത്തില്ല. ഇതിനെ തട്ടിക്കളഞ്ഞിട്ട് എന്തെങ്കിലും ഫംഗിസൈഡോ പെസ്റ്റിസൈഡോ അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ നീം ഓയിലും കയ്യിലിരിപ്പില്ല. ഫിനിഷായി. ഇനി വാങ്ങണം. മഴയായിട്ട് പോവാനും പറ്റുന്നില്ല. ഭയങ്കര മഴയും കാറ്റും കേട്ടോ. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ നിവർത്തില്ല. ഞാനിപ്പോൾ എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഒന്ന് ഓടി മുറ്റത്തോട്ട് ഇറങ്ങിയാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയോ ഇതിനെയൊക്കെ കൊണ്ടുവന്ന് മുകളിൽ വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഈ മഴയത്തുള്ള വിശേഷങ്ങൾ.